സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. 2026 ഏതൊരു പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾ പഠിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 2025 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2025 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഇ സന്തോഷ് കുമാറിനാണ്. ഇ സന്തോഷ് കുമാർ. അദ്ദേഹത്തിന്റെ നോവലായ തപോമയുടെ അച്ഛനാണ് പുരസ്കാരത്തിന് അർഹമായത്. ഇപ്പൊ 2025 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ ഈ സന്തോഷ് കുമാർ. ഏത് കൃതിക്കാണ് പുരസ്കാരത്തിന് അർഹമായത് എന്ന് ചോദിച്ചാൽ തപോമയുടെ അച്ഛൻ എന്ന നോവൽ. അടുത്ത ചോദ്യം, 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ കവി ആര്? 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ കവി ആരാണ്? കെ ജി ശങ്കരപ്പിള്ളയാണ്. കെ ജി ശങ്കരപ്പിള്ള. 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ കവി ആര്? കെ ജി ശങ്കരപ്പിള്ള. 2025 മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് 2 തവണ ലഭിച്ച മലയാളി താരം ആര്? 2025 മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് 2 തവണ ലഭിച്ച മലയാളി താരം ആര്? ടോവിനോ തോമസ് ആണ്. ടോവിനോ തോമസിനാണ് മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് 2 തവണ ലഭിച്ചത്. ടോവിനോ തോമസ്. 2025 രമൺ മഗ്സസെ പുരസ്കാരം നേടിയ ഇന്ത്യൻ സന്നദ്ധ സംഘടന ഏത്? ഇന്ത്യൻ സന്നദ്ധ സംഘടന. 2025 രമൺ മഗ്സസെ പുരസ്കാരം നേടിയ ഇന്ത്യൻ സന്നദ്ധ സംഘടന എഡ്യൂക്കേറ്റ് ഗേൾസ് എന്ന സംഘടനയാണ്. എഡ്യൂക്കേറ്റ് ഗേൾസ്. എഡ്യൂക്കേറ്റ് ഗേൾസ് എന്ന സംഘടന സ്ഥാപിച്ചത് ആര് എന്ന് ചോദിച്ചാൽ സഫീന ഹുസൈൻ ആണ്. സഫീന ഹുസൈൻ. ഇപ്പൊ 2025 രമൺ മഗ്സസെ പുരസ്കാരം നേടിയ ഇന്ത്യൻ സന്നദ്ധ സംഘടന എഡ്യൂക്കേറ്റ് ഗേൾസ് ആണ്. എഡ്യൂക്കേറ്റ് ഗേൾസ് എന്ന സംഘടന സ്ഥാപിച്ചത് ആര് എന്ന് ചോദിച്ചാൽ സഫീന ഹുസൈൻ ആണ്. 2023 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മലയാളി താരം ആര്? 2023 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മലയാളി താരം മോഹൻലാൽ ആണ്. മോഹൻലാൽ. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി ആര്? ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാളി ആര് എന്ന് ചോദിച്ചാൽ അടൂർ ഗോപാലകൃഷ്ണനാണ്. അടൂർ ഗോപാലകൃഷ്ണനാണ് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാളി. അടൂർ ഗോപാലകൃഷ്ണൻ. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മോഹൻലാലിനെ ആദരിക്കാൻ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയുടെ പേരെന്ത്? ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മോഹൻലാലിനെ ആദരിക്കാൻ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയുടെ പേര് മലയാളം വാനോളം ലാൽ സലാം എന്നതാണ്. മലയാളം വാനോളം ലാൽ സലാം എന്നതാണ്. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മോഹൻലാലിനെ ആദരിക്കാൻ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയുടെ പേര് മലയാളം വാനോളം ലാൽ സലാം. 2025 ആബേൽ പുരസ്കാരം നേടിയ ജാപ്പനീസ് ഗണിത ശാസ്ത്രജ്ഞൻ ആര്? 2025 ആബേൽ പുരസ്കാരം നേടിയ ജാപ്പനീസ് ഗണിത ശാസ്ത്രജ്ഞൻ ആര്? മസാക്കി കഷിവാര ആണ്. മസാക്കി കഷിവാര. 2025 ആബേൽ പുരസ്കാരം നേടിയ ജാപ്പനീസ് ഗണിത ശാസ്ത്രജ്ഞനാണ് മസാക്കി കഷിവാര.
2025 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച വ്യക്തി ആര്? 2025 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച വ്യക്തി മരിയ കൊറീന മച്ചാഡോയാണ്. വെനസ്വേലയിൽ നിന്നുമുള്ള മരിയ കൊറീന മച്ചാഡോയാണ് 2025 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച വ്യക്തി. മരിയ കൊറീന മച്ചാഡോ. 2025 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ മരിയ കൊറീന മച്ചാഡോയാണ്. ഏത് രാജ്യത്ത് നിന്നുമുള്ളതാണ് എന്ന് ചോദിച്ചാൽ വെനസ്വേലയാണ്. 2025 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ലാസ്ലോ ക്രെസ്ന ഹോർക്കേക്കാണ്. ലാസ്ലോ ക്രെസ്ന ഹോർക്കെ. ഹംഗേറിയൻ എഴുത്തുകാരനായ ലാസ്ലോ ക്രെസ്ന ഹോർക്കെയ്ക്കാണ് 2025 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്. ലാസ്ലോ ക്രെസ്ന ഹോർക്കെ എന്ന എഴുത്തുകാരൻ, ഹംഗേറിയൻ എഴുത്തുകാരനാണ് നോബൽ പുരസ്കാരം ലഭിച്ചത്. വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനയ്ക്ക് 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്ക്? കേരള ജ്യോതി പുരസ്കാരം. 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ M.R. രാഘവ വാര്യർക്കാണ്. ഡോക്ടർ M.R. രാഘവ വാര്യർക്കാണ് 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. ഡോക്ടർ M.R. രാഘവ വാര്യർ. 2025 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാം? കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് 2 പേർക്കാണ്. കാർഷിക മേഖലയിൽ നിന്നും PB അനീഷ്, കലാരംഗത്ത് നിന്നും രാജശ്രീ വാര്യർ. ഇപ്പോൾ 2025 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാം എന്ന് ചോദിച്ചാൽ PB അനീഷ്, രാജശ്രീ വാര്യർ എന്നിവരാണ്. PB അനീഷ് കാർഷിക മേഖല, രാജശ്രീ വാര്യർ കലാരംഗം. 2025 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയവർ ആരെല്ലാം? 2025 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയവർ ജോൺ ക്ലാർക്ക്, മിഷേൽ H. ഡെവോറൈറ്റ്, ജോൺ M. മാർട്ടിനസ്. 3 പേർക്കാണ് ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ജോൺ ക്ലാർക്ക്, മിഷേൽ H. ഡെവോറൈറ്റ്, ജോൺ M. മാർട്ടിനസ് എന്നിവർക്കാണ് 2025 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയത്. ജോൺ ക്ലാർക്ക്, മിഷേൽ H. ഡെവോറൈറ്റ്, ജോൺ M. മാർട്ടിനസ്. അടുത്ത ചോദ്യം, മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകൾ MOFS വികസിപ്പിച്ചതിന് 2025 രസതന്ത്ര നോബൽ നേടിയത് ആരെല്ലാം? മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകൾ വികസിപ്പിച്ചതിന് 2025 രസതന്ത്ര നോബൽ നേടിയത് ആരെല്ലാമാണ്? സുസുമു കിറ്റഗോവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ M. യാഗി. സുസുമു കിറ്റഗോവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ M. യാഗി എന്നിവർക്കാണ് 2025 രസതന്ത്ര നോബൽ നേടിയത്. എന്തിനാണ് ലഭിച്ചത്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകൾ വികസിപ്പിച്ചതിനാണ് പുരസ്കാരം ലഭിച്ചത്. സുസുമു കിറ്റഗോവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ M. യാഗി. അടുത്ത ചോദ്യം, 2025 വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം നേടിയവർ ആരെല്ലാം? 2025 വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം നേടിയവർ ആരെല്ലാം? മേരി E. ബ്രെൻകോവ്, ഫ്രെഡ് റാംസ്റ്റൽ, ഷിമോൺ സക്കാഗൂച്ചി എന്നിവർക്കാണ്. ഇപ്പോൾ 2025 വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണ്? മേരി E. ബ്രെൻകോവ്, ഫ്രെഡ് റാംസ്റ്റൽ, ഷിമോൺ സക്കാഗൂച്ചി എന്നിവർക്കാണ് വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്. മേരി E. ബ്രെൻകോവ്, ഫ്രെഡ് റാംസ്റ്റൽ, ഷിമോൺ സക്കാഗൂച്ചി. 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാം? 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം, സാമ്പത്തിക ശാസ്ത്രം ആർക്കെല്ലാമാണ്? ജോയൽ മോക്കിർ, ഫിലിപ്പ് ആഗിയോൺ, പീറ്റർ ഹോവിറ്റ്.
ജോയൽ മോക്കിർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹോവിറ്റ് എന്നിവർക്കാണ് 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചവർ. ജോയൽ മോക്കിർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹോവിറ്റ്. 2025 കേരളശ്രീ പുരസ്കാരം നേടിയ മാധ്യമ പ്രവർത്തകൻ ആര്? 2025 കേരളശ്രീ പുരസ്കാരം നേടിയ മാധ്യമ പ്രവർത്തകൻ ആര്? കേരളശ്രീ പുരസ്കാരം ശശികുമാർ ആണ്. ശശികുമാർ. ഇനി വിദ്യാഭ്യാസ രംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് 2025 കേരളശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വിദ്യാഭ്യാസ രംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് 2025 കേരളശ്രീ പുരസ്കാരം ലഭിച്ചത് ഷഹൽ ഹസൻ മുസ്ലിയാർക്കാണ്. ഷഹൽ ഹസൻ മുസ്ലിയാർ. സ്റ്റാർട്ടപ്പ് മേഖലയിൽ നിന്നുമുള്ള ഏത് വ്യക്തിക്കാണ് 2025 കേരളശ്രീ പുരസ്കാരം ലഭിച്ചത്? സ്റ്റാർട്ടപ്പ് മേഖലയിൽ നിന്നും MK വിമൽ ഗോവിന്ദ്. MK വിമൽ ഗോവിന്ദ്. സ്റ്റാർട്ടപ്പ് മേഖലയിൽ നിന്നുമുള്ള ഏത് വ്യക്തിക്കാണ് 2025 കേരളശ്രീ പുരസ്കാരം ലഭിച്ചത്? MK വിമൽ ഗോവിന്ദ്. കായിക രംഗത്തെ മികച്ച നേട്ടത്തിന് 2025 കേരളശ്രീ പുരസ്കാരം നേടിയത് ആര്? കായിക രംഗത്തെ മികച്ച നേട്ടത്തിന് പുരസ്കാരം ലഭിച്ചത് അഭിലാഷ് ടോമിക്കാണ്. അഭിലാഷ് ടോമി. 2025 കേരളശ്രീ പുരസ്കാരത്തിന് അർഹയായ വിവിധ മേഖലകളിലെ സംഭാവനകൾക്ക് പരിഗണിക്കപ്പെട്ട വ്യക്തി ആരാണ്? ജിലു മോൾ മാരിയറ്റ് തോമസ് ആണ്. ജിലു മോൾ മാരിയറ്റ് തോമസ്. അപ്പോൾ കേരളശ്രീ പുരസ്കാരം 2025 അർഹരായവര് 5 പേരാണ്. ശശികുമാർ, ഷഹൽ ഹസൻ മുസ്ലിയാർ, MK വിമൽ ഗോവിന്ദ്, അഭിലാഷ് ടോമി, ജിലു മോൾ മാരിയറ്റ് തോമസ്. ഈ 5 പേരും ഏതു മേഖലയിലാണ് പുരസ്കാരം ലഭ്യമായത്, അർഹമായത് എന്നും കൂടി പ്രത്യേകം നോട്ട് ചെയ്യുക. ആരൊക്കെയാണ്? ശശികുമാർ, ഷഹൽ ഹസൻ മുസ്ലിയാർ, MK വിമൽ ഗോവിന്ദ്, അഭിലാഷ് ടോമി, ജിനുമോൾ മാരിയറ്റ് തോമസ്. അടുത്ത ചോദ്യം, 2025 എത്ര മലയാളികൾക്കാണ് പത്മ പുരസ്കാരം ലഭിച്ചത്? 2025 പത്മ പുരസ്കാരം ലഭിച്ച മലയാളികൾ 5 പേരാണ്. 5 പേർക്കാണ് 2025 പത്മ പുരസ്കാരം ലഭിച്ചത്. ഇനി 2025 മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ ലഭിച്ച വിഖ്യാത മലയാള സാഹിത്യകാരൻ ആര്? 2025 മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ ലഭിച്ച വിഖ്യാത മലയാള സാഹിത്യകാരനാണ് MT വാസുദേവൻ നായർ. മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചത് പത്മവിഭൂഷൺ MT വാസുദേവൻ നായർ. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെ? 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ PR ശ്രീജേഷ്, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം എന്നിവരാണ്. അപ്പോൾ 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെ എന്ന് ചോദിച്ചാൽ PR ശ്രീജേഷ്, ഹോക്കി താരം PR ശ്രീജേഷ്, ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? PR ശ്രീജേഷും ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം എന്നിവർക്കാണ്. ഇനി തമിഴ്നാട്ടിൽ നിന്നുമുള്ള ചലച്ചിത്ര താരം എന്ന നിലയിൽ 2025 പത്മഭൂഷൺ ലഭിച്ച നടി ആരാണ്? ശോഭനയാണ്. തമിഴ്നാട്ടിൽ നിന്നുമുള്ള ചലച്ചിത്ര താരം എന്ന നിലയിൽ പത്മഭൂഷൺ ലഭിച്ച നടിയാണ് ശോഭന. 2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ. പത്മശ്രീ ലഭിച്ചത് ഡോക്ടർ K ഓമനക്കുട്ടിയമ്മ, സംഗീതജ്ഞ ഡോക്ടർ K ഓമനക്കുട്ടിയമ്മ, ഫുട്ബോൾ താരം IM വിജയൻ എന്നിവർക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. പത്മശ്രീ പുരസ്കാരം ഡോക്ടർ K ഓമനക്കുട്ടിയമ്മ, IM വിജയൻ എന്നിവർക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ പുരസ്കാരം ലഭിച്ചത് 5 പേർക്കാണ്. പത്മവിഭൂഷൺ ലഭിച്ചത് MT വാസുദേവൻ നായർ, പത്മഭൂഷൺ ലഭിച്ചത് PR ശ്രീജേഷിനും ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം. അതുപോലെ പത്മശ്രീ ലഭിച്ചത് ഡോക്ടർ K ഓമനക്കുട്ടിയമ്മ, IM വിജയൻ എന്നിവർക്കാണ്. തമിഴ്നാട്ടിൽ നിന്നുമുള്ള ചലച്ചിത്ര താരം എന്ന നിലയിൽ 2025 പത്മഭൂഷൺ ലഭിച്ച നടി ആര് എന്ന് ചോദിച്ചാൽ ശോഭനയാണ്.
അടുത്ത ചോദ്യം, 2025 രമൺ മഗ്സസെ പുരസ്കാരം നേടിയ മാലദ്വീപിൽ നിന്നുമുള്ള പരിസ്ഥിതി പ്രവർത്തക ആര്? രമൺ മഗ്സസെ പുരസ്കാരം നേടിയ മാലദ്വീപിൽ നിന്നുമുള്ള പരിസ്ഥിതി പ്രവർത്തകയാണ് ഷാഹിന അലി. ഷാഹിന അലി 2025 രമൺ മഗ്സസെ പുരസ്കാരം നേടിയ മാലദ്വീപിൽ നിന്നുമുള്ള പരിസ്ഥിതി പ്രവർത്തകയാണ് ഷാഹിന അലി. 2025 രമൺ മഗ്സസെ പുരസ്കാരം നേടിയ ഫിലിപ്പൈൻസിൽ നിന്നുമുള്ള സാമൂഹിക പ്രവർത്തകൻ ആര്? എവിടെ നിന്നുമാണ്? ഫിലിപ്പൈൻസിൽ നിന്നുമുള്ള സാമൂഹിക പ്രവർത്തകൻ അന്റോണിയോ എൽ വിലനുയേവയാണ്. അന്റോണിയോ എൽ വിലനുയേവ 2025 രമൺ മഗ്സസെ പുരസ്കാരം നേടിയ ഫിലിപ്പൈൻസിൽ നിന്നുമുള്ള സാമൂഹിക പ്രവർത്തകനാണ് അന്റോണിയോ എൽ വിലനുയേവ. അടുത്ത ചോദ്യം, ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കെ അരവിന്ദാക്ഷനാണ്. കെ അരവിന്ദാക്ഷന്റെ നോവലായ ഗോപ എന്ന കൃതിയാണ് അർഹമായത്. ഇപ്പൊ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കെ അരവിന്ദാക്ഷൻ. കെ അരവിന്ദാക്ഷന്റെ നോവലായ ഗോപ എന്ന കൃതി. 17ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് ആര്? 17ാമത് ബഷീർ പുരസ്കാരം. ബഷീർ പുരസ്കാരത്തിന് അർഹനായത് PN ഗോപികൃഷ്ണനാണ്. PN ഗോപികൃഷ്ണൻ. കൃതി ഏതാണ്? കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. 17ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? PN ഗോപികൃഷ്ണനാണ്. PN ഗോപികൃഷ്ണന്റെ കൃതി ഏതാണ്? കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 4ാമത് സാഹിത്യ അവാർഡ് ലഭിച്ചത് ആർക്ക്? മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 4ാമത് സാഹിത്യ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അംബിക സുധൻ മങ്ങാടാണ്. അംബിക സുധൻ മങ്ങാടിന്റെ നോവലായ അല്ലോഹലനാണ് പുരസ്കാരത്തിന് അർഹമായത്. അപ്പം മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 4ാമത് സാഹിത്യ അവാർഡ് ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ അംബിക സുധൻ മങ്ങാടാണ്. ഏത് കൃതിയാണ് അംബിക സുധൻ മങ്ങാടിനെ പുരസ്കാരത്തിന് അർഹമാക്കിയത് എന്ന് ചോദിച്ചാൽ അല്ലോഹലൻ എന്ന നോവലാണ്. അടുത്ത ചോദ്യം, മലയാറ്റൂർ ട്രസ്റ്റിന്റെ 18ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് ആർക്ക്? മലയാറ്റൂർ ട്രസ്റ്റിന്റെ 18ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഇ സന്തോഷ് കുമാറാണ്. ഇ സന്തോഷ് കുമാർ. തപോമയിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. മലയാറ്റൂർ ട്രസ്റ്റിന്റെ 18ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഇ സന്തോഷ് കുമാറിനാണ്. ഇ സന്തോഷ് കുമാറിന്റെ തപോമയിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് ആര്? 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് ആരാണ്? KV കുമാരനാണ്. KV കുമാരൻ. SL ഭൈരപ്പയുടെ യാന എന്ന നോവൽ യാനം എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയതിനാണ് പുരസ്കാരം ലഭിച്ചത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അഖിൽ P ധർമ്മജനാണ്. അഖിൽ P ധർമ്മജന്റെ നോവലായ റാം കെയർ ഓഫ് ആനന്ദിയാണ് പുരസ്കാരത്തിന് അർഹമായ നോവൽ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ അഖിൽ P ധർമ്മജൻ. നോവൽ ഏതാണ്? റാം കെയർ ഓഫ് ആനന്ദി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീജിത്ത് മുത്തേടത്തിനാണ്. പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീജിത്ത് മുത്തേടത്ത്. നോവൽ ഏതാണ്? പെൻഗ്വിനുകളുടെ വൻകരയിൽ.
പ്രസിഡന്റ് ദ്രൗപദി മുർമുവിൽ നിന്ന് ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം ഏറ്റുവാങ്ങിയ മലയാളി സ്കൈ ഡൈവർ ആര്? പ്രസിഡന്റ് ദ്രൗപദി മുർമുവിൽ നിന്ന് ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം ഏറ്റുവാങ്ങിയ മലയാളി സ്കൈ ഡൈവർ ജിതിൻ വിജയൻ. ONV കൾച്ചറൽ അക്കാദമി നൽകുന്ന 2025 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത കവി ആര്? ONV കൾച്ചറൽ അക്കാദമി നൽകുന്ന 2025 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത കവി പ്രഭാവർമ്മ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച സാഹിത്യ നിരൂപകനും അധ്യാപകനുമായ വ്യക്തി ആര്? ഗുരുവായൂർ ദേവസ്വത്തിന്റെ 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച സാഹിത്യ നിരൂപകനും അധ്യാപകനുമായ വ്യക്തി പ്രൊഫസർ കെ.പി. ശങ്കരൻ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച സാഹിത്യ നിരൂപകനും അധ്യാപകനുമായ വ്യക്തിയാണ് പ്രൊഫസർ കെ.പി. ശങ്കരൻ. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2025 നിശാഗന്ധി പുരസ്കാരം ലഭിച്ച പ്രശസ്ത കഥക് കലാകാരൻ ആര്? സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2025 നിശാഗന്ധി പുരസ്കാരം ലഭിച്ച പ്രശസ്ത കഥക് കലാകാരനാണ് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാണി. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആര്? 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സാറ ജോസഫ്. തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് റാംസർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആര്? തണ്ണീർത്തട സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് റാംസർ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആര്? ജയശ്രീ വെങ്കടേശ്വരൻ. തണ്ണീർത്തട സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് റാംസർ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ജയശ്രീ വെങ്കടേശ്വരൻ. KK ബിർള ഫൗണ്ടേഷന്റെ 2024 34ാമത് സരസ്വതി സമ്മാൻ ലഭിച്ച സംസ്കൃത പണ്ഡിതൻ ആര്? KK ബിർള ഫൗണ്ടേഷന്റെ 2024 34ാമത് സരസ്വതി സമ്മാൻ ലഭിച്ച സംസ്കൃത പണ്ഡിതനാണ് മഹാമഹാഭാധ്യായ ഭദ്രേഷ് ദാസ്. സ്വാമിനാരായണ സിദ്ധാന്ത സുധ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. KK ബിർള ഫൗണ്ടേഷന്റെ 2024 34ാമത് സരസ്വതി സമ്മാൻ ലഭിച്ച സംസ്കൃത പണ്ഡിതനാണ് മഹാമഹോപാധ്യായ ഭദ്രേഷ് ദാസ്. 2025 ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയായ മിത്രവിഭൂഷണ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ പ്രധാനമന്ത്രി. പുരസ്കാരം ഏതാണ്? മിത്രവിഭൂഷണ പുരസ്കാരം. ഏത് രാജ്യത്തിൻ്റെതാണ്? ശ്രീലങ്ക. നരേന്ദ്രമോദിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു പോർച്ചുഗൽ സന്ദർശിക്കുന്ന വേളയിൽ ലിസ്ബൺ മേയർ ഏത് ബഹുമതി നൽകിയാണ് ആദരിച്ചത്? സിറ്റി കീ ഓഫ് ഓണർ. ലോക സമാധാനത്തിനായി പ്രവർത്തിക്കുന്നവർക്ക് വാർഷിക പുരസ്കാരം ഏർപ്പെടുത്തിയ കായിക സംഘടന ഏത്? ലോക സമാധാനത്തിനായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് വാർഷിക പുരസ്കാരം ഏർപ്പെടുത്തിയ കായിക സംഘടന ഫിഫയാണ്. ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം ലഭിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആര്? ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം ലഭിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖിന്റെ ചെറുകഥാ സമാഹാരം ഏതാണ്? ഹാർട്ട് ലാംബ് എന്നതാണ്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖിന്റെ ചെറുകഥാ സമാഹാരമാണ് ഹാർട്ട് ലാംബ്.
ബാനു മുഷ്താഖിന്റെ ഹാർട്ട് ലാമ്പ് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്തതാരാണ്? ദീപ ബാസ്തിയാണ്. ബാനു മുഷ്താഖിന്റെ ഹാർട്ട് ലാമ്പ് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്തത് ദീപ ബാസ്തി. 56ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം സ്വന്തമാക്കിയ വിയറ്റ്നാമീസ് ചിത്രം ഏത്? 56ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം സ്വന്തമാക്കിയ വിയറ്റ്നാമീസ് ചിത്രം സ്കിൻ ഓഫ് യൂത്ത്. ചിത്രത്തിന്റെ പേര് സ്കിൻ ഓഫ് യൂത്ത്, വിയറ്റ്നാമീസ് ചിത്രമാണ്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, സിനിമയിൽ 50 വർഷം പൂർത്തിയാക്കിയതിന് 56ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സമാപന ചടങ്ങിൽ ആദരിക്കപ്പെട്ട നടനാര്? സിനിമയിൽ 50 വർഷം പൂർത്തിയാക്കിയതിന് 56ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സമാപന ചടങ്ങിൽ ആദരിക്കപ്പെട്ട നടൻ രജനീകാന്താണ്. രജനീകാന്ത്. ഏറ്റവും പ്രധാനപ്പെട്ട 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് നോക്കിയത്. മുഴുവൻ പോയിന്റ്സും പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.